ക്രിക്കറ്റിൽ ഒരു വിക്കറ്റ് വീഴുമ്പോൾ അല്ലെങ്കിൽ റൺസ് നേടുമ്പോൾ കളിക്കാർ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് സാധാരണമാണ്. എന്നാൽ ചില കളിക്കാർ പ്രകോപനപരമായ രീതിയിൽ എതിർത്താരങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിനെയാണ് ക്രിക്കറ്റ് ലോകത്ത് സ്ലെഡ്ജിംഗ് അല്ലെങ്കിൽ മാനസികമായ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത്. അബ്രാർ അഹമ്മദിന്റെ ആഘോഷങ്ങൾ പലപ്പോഴും ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. മുൻ ഇന്ത്യൻ താരങ്ങൾക്കെതിരെയും അദ്ദേഹം ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടത്തിയിരുന്നു. അബ്രാർ അഹമ്മദ് വിക്കറ്റ് എടുത്തതിനു ശേഷം കൈകൾ കെട്ടി മുഖം കൊണ്ട് ഇവിടെ നിന്ന് പോകാമെന്ന് ആംഗ്യം കാണിക്കുന്ന രീതിയിലുള്ള ആഘോഷം ആത്മവിശ്വാസത്തിന്റെയും എതിർത്താരങ്ങളെ നിരാശപ്പെടുത്തുന്നതിന്റെയും സൂചനയാണ്. ഈ ആഘോഷം ഒരു വെല്ലുവിളിയായിട്ടാണ് ഹസരംഗ ഏറ്റെടുത്തത്. വെറും കളിയായി മാത്രം കണ്ടിത് അവഗണിക്കാമായിരുന്നിട്ടും ഹസരംഗ അതിന് അതേ നാണയത്തിൽ മറുപടി നൽകാൻ തീരുമാനിച്ചു. ഇത് ഹസരംഗയുടെ മത്സരാധിഷ്ഠിത മനോഭാവത്തെയും ആത്മവിശ്വാസത്തെയും കാണിക്കുന്നു. ഏഷ്യ കപ്പിലെ നിർണായകമായി മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ശ്രീലങ്കയാണ്. അവരുടെ ബാറ്റിംഗ് നിരയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാൻ ബൗളർമാർ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു. 13 പന്തുകളിൽ 15 റൺസ് നേടി ചെറുത്തു നിൽക്കാൻ ശ്രമിച്ച ഹസരംഗയെ അബ്രാർ അഹമ്മദ് തന്റെ മികച്ച ഒരു ഗൂഗിളിയിലൂടെ പുറത്താക്കി. ഈ വിക്കറ്റ് വീഴ്ത്തിയതിനു ശേഷമാണ് അബ്രാർ തന്റെ സ്ഥിരം ആഘോഷ രീതിയിൽ ആഞ്ഞടിച്ച് ഹസരംഗയെ നിരാശപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ പ്രകോപനം ഹസരംഗയുടെ മനസ്സിൽ ഒരു പ്രതികാരത്തിനുള്ള ആഗ്രഹം സൃഷ്ടിച്ചിരിക്കാം. അബ്രാർ ഒരു വിക്കറ്റ് എടുത്തപ്പോൾ ഒരു തവണ മാത്രം നടത്തിയ ആംഗ്യം പാകിസ്ഥാന്റെ ബാറ്റിംഗ് സമയത്ത് ഹസരംഗ 3 തവണ ആവർത്തിച്ചു. പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിരയെ തകർക്കാൻ ശ്രമിച്ച ഹസരംഗ ഫാസ്റ്റ് ബൗളർമാർക്ക് മറുപടിയായി 3 പ്രധാന വിക്കറ്റുകളാണ് നേടിയത്. ആദ്യമായി ഹസരംഗയുടെ പന്തിൽ ഫഖർ സമാൻ പുറത്തായി. ക്യാച്ച് എടുത്തതിനു ശേഷം ഹസരംഗ അബ്രാർ അഹമ്മദിന്റെ അതേ ആഘോഷ രീതിയിൽ കൈകൾ കെട്ടി നിന്ന് ഇവിടെ നിന്ന് പോകാമെന്ന ആംഗ്യം കാണിച്ചു. ഇത് അബ്രാർ അഹമ്മദിനുള്ള നേരിട്ടുള്ള മറുപടിയായിരുന്നു. തൊട്ടു പിന്നാലെ സെയിം അയൂബിന്റെ വിക്കറ്റും ഹസരംഗ നേടി. രണ്ടാമത്തെ വിക്കറ്റ് എടുത്തതിനു ശേഷം അദ്ദേഹം അതേ ആഘോഷം ആവർത്തിച്ചു. പാക് ബാറ്റിംഗ് നിരയിലെ മറ്റൊരു പ്രധാന താരമായ സൽമാൻ ആഗയുടെ വിക്കറ്റ് വീഴ്ത്തിയപ്പോഴും ഹസരംഗ തന്റെ പ്രതികാര ആഘോഷം തുടർന്നു. ഇതിലൂടെ വിക്കറ്റ് എടുത്തുകൊണ്ടുള്ള സന്തോഷം മാത്രമല്ല, തന്റെ എതിരാളിയോടുള്ള ഒരു മാനസികമായ മറുപടിയാണ് ഹസരംഗ നൽകിയത്. ഇത് കളിക്കളത്തിൽ ഒരു പുതിയ പോരാട്ടത്തിന് പുതിയ മാനം നൽകി. ഹസരംഗയുടെ ആവേശകരമായ പ്രകടനം ഉണ്ടായിരുന്നിട്ടും മത്സരഫലം ശ്രീലങ്കയ്ക്ക് അനുകൂലമായിരുന്നില്ല. ആദ്യം ബാറ്റ് ചെയ്ത് അവർക്ക് 133 റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഈ വിജയലക്ഷ്യം പാകിസ്ഥാൻ 5 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 12 പന്തുകൾ ബാക്കി നിൽക്കെ മറികടന്നു. ഈ മത്സരത്തിലെ തോൽവി ശ്രീലങ്കയുടെ ഏഷ്യ കപ്പ് ഫൈനൽ പ്രതീക്ഷകളെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കി. അതേസമയം ഈ വിജയം പാകിസ്ഥാൻ ആശ്വാസം നൽകുകയും അടുത്ത മത്സരത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാൽ ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. ക്രിക്കറ്റ് എന്നത് വെറും കളിയോ കണക്കുകളോ മാത്രമല്ല, കളിക്കാരുടെ വികാരങ്ങളും പ്രകോപനങ്ങളും അതിനുള്ള പ്രതികരണങ്ങളും അതിന്റെ ഭാഗമാണ്. അബ്രാർ അഹമ്മദും ഹസരംഗയും തമ്മിലുള്ള ഈ സംഭവം അതിനൊരു മികച്ച ഉദാഹരണമാണ്. ഹസരംഗയുടെ മറുപടി ആഘോഷം കളിക്കളത്തിൽ ഒരു തമാശ രൂപത്തിലുള്ള പോരാട്ടത്തിന് തുടക്കമിട്ടു. ഈ പ്രകടനം മത്സരഫലത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിലും കാണികൾക്ക് ഇതൊരു വലിയ വിരുന്നായിരുന്നു. ഈ സംഭവം ക്രിക്കറ്റ് ലോകത്ത് ഇനിയുള്ള കാലം രസകരമായ ഒരു ഓർമ്മയായും നിലനിൽക്കും.